എല്ലായിടത്തും ചർച്ച തൊപ്പിയാണ്. ചെറിയ മക്കളടക്കം. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് രാവിലെ കുറച്ച് കുട്ടികളെ കണ്ട സമയത്ത് അവരും ചർച്ച ചെയ്യുന്ന തൊപ്പിയെക്കുറിച്ചാണ്. അപ്പം ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഓരോരുത്തരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള ബ്ലോഗർമാരുടെയൊക്കെ ബ്ലോഗ് കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമ്മളറിയാതെ ഇത്തരം ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവരൊക്കെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അവർക്കിങ്ങനെ ഓരോ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവർ കാണുന്നുണ്ട്. അവരുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളാണ്. അവരെ പിന്നെ ഇതൊക്കെ കാണുന്ന ഈ കുട്ടികളെ പഠനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനോ അതല്ലെങ്കിൽ നമ്മളോട് ഉമ്മയും ഉപ്പയുമാകുന്ന നമ്മളോട് ബഹുമാനവും ആദരവും ഉള്ളവരായി വളർത്താനോ ഒന്നും ഈ മക്കളെ നമുക്ക് സാധിക്കൂല. കാരണം ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമേൽ മയച്ചമായ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ഇത്തരം വൾഗറായിട്ടുള്ള ബ്ലോഗർമാരിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ തുടർച്ചയായി സോഷ്യൽ മീഡിയ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സുഹൃത്തുക്കൾ തമ്മിൽ നല്ല ബന്ധത്തിൽ കഴിഞ്ഞവരാണ്, പെട്ടെന്ന് അടിച്ചു പിരിയുന്നു. പിന്നെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയഭിഷേകം നടത്തുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ശത്രുക്കളായേക്കാം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. ഇനി ഒരാളോട് ശത്രുത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ചിന്തിക്കണം. ശത്രുത തോന്നിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ നിൽക്കരുത്. എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ മിത്രങ്ങളായേക്കാം എന്നൊരു ചിന്ത വേണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സംശയത്തോടെയും ഒരു അഭിനയത്തോടെയും ജീവിക്കണം എന്നതല്ല, മറിച്ച് ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ എന്തുമാകാം, അവനെന്റെ ചങ്കാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഒരു ഒളിയും മറയൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാവാം, ഒരു കുത്തഴിഞ്ഞ ജീവിതമാകാം എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ്. ചില ഭാര്യയും ഭർത്താവൊക്കെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിലൊരു രഹസ്യവും ബാക്കിയില്ല എന്ന നിലക്ക് സംസാരിക്കുകയും ആ ബന്ധങ്ങൾ അന്നത്തെ രാത്രി തന്നെ തകരുകയും ചെയ്യുന്നത് നമ്മൾ പലതും കണ്ടതാണ്. അതിൻ്റെ കാരണം എന്താണ്? ചില ബന്ധങ്ങളിൽ ചില രഹസ്യങ്ങൾ വേണ്ടി വരും. അതിനർത്ഥം നമ്മൾ ആ ഇണയെ, നമ്മുടെ പാർട്ട്ണർ ആരാണോ അവരെ വഞ്ചിക്കുകയല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വഞ്ചിക്കുന്നതല്ല, ഇനി അങ്ങോട്ടുള്ള പഴയ കാലത്ത് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി, അതിൽ നിന്നെല്ലാം വലിയ ഖേദത്തോടുകൂടെ തൗബ ചെയ്ത് മടങ്ങി ഇനി എല്ലാ നിലക്കും തൻ്റെ പാർട്ട്ണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വഞ്ചിക്കലാകുന്നത്? ഒരിക്കലും അല്ല.